ഫാദർസ് പ്രോഗ്രാംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവർക്കും ഹാപ്പി ഓണം. ഈ ഓണ സീസണിൽ കാണാൻ പറ്റിയ കുറേ സിനിമകളുണ്ട്. ഇനി നമുക്കതേ വീക്കെൻഡാണ് വരുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും ഡിസൈഡ് ചെയ്യാം. കാണാത്തവർക്ക്, കണ്ടു കഴിഞ്ഞവർക്ക് സെക്കൻഡ് ടൈം കാണാൻ പറ്റിയ സിനിമകളും ഉണ്ട്. അപ്പോൾ പോവാത്തവർക്ക് നിങ്ങൾക്ക് ഞാൻ കണ്ട ഓർഡർ നിങ്ങൾക്കറിയാം. വളരെ കൃത്യമായിരുന്നു എന്നുള്ളത് എനിക്ക് ഇന്നലെ മനസ്സിലായി. ഇന്നലെ ഉത്രാടം നാളിൽ ഞാൻ കണ്ട സിനിമയാണ് ലോകയ്ക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി എനിക്ക് മാത്രമല്ല പലർക്കും ഉണ്ട്. ഒരുവിധം എല്ലാ ഷോസും ഓപ്പൺ ആകുമ്പോൾ തന്നെ സോൾഡ് ഔട്ട് ആവുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം മനസ്സിലിതായിരുന്നു, എന്ത് തേങ്ങയാണ് ഇതിലുള്ളത്? അതായത് ഞാൻ ട്രെയിലർ കണ്ട് എനിക്ക് ഒന്നും തോന്നിയില്ല. അതായിരുന്നു എൻ്റെ പ്രശ്നം. ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്ത് പടമാണെന്ന്. പക്ഷേ ടിക്കറ്റും ഈ പറഞ്ഞ പോലെ മൗത്ത് പബ്ലിസിറ്റിയും മൊത്തത്തിൽ ഈ സാധനം കത്തിന്ന് പറഞ്ഞപ്പോൾ ഇത് കാണാനുള്ള ത്വര കൂടി. അങ്ങനെ ഇന്നലെ ടിക്കറ്റ് കിട്ടി. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പൊള്ളി ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമേനെ വേറെ ലെവലിലേക്ക് കാണിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ചാപ്റ്റർ 1 ചന്ദ്ര. അല്ലെങ്കിൽ നമുക്ക് കാത്തിരിക്കുന്നത് നെക്സ്റ്റ് ചാപ്റ്റേഴ്സിനാണ്. നെക്സ്റ്റ് ചാപ്റ്റേഴ്സ് വരുമ്പോൾ മേ ബി ഡേ 1 ഗ്രോസറൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയ സാധനമാണ് ഇനി വരിക. കാരണം ഇപ്പോൾ ഈ ഒരു സിനിമ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് വേറൊരു ലെവലാണ്. കാരണം നമ്മൾ മാർവൽ സ്റ്റുഡിയോസ്, അതായത് അവഞ്ചേഴ്സും അങ്ങനത്തെ സിനിമകളൊക്കെ നമ്മൾ പോയി കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചിന്ത വരും, നമ്മുടെ മലയാളികൾക്കൊരു സൂപ്പർ ഹീറോ ഇല്ലല്ലോ, അല്ലെങ്കിൽ സൂപ്പർ ഹീറോസ് ഇല്ലല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് പലർക്കും തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ തോന്നിയിരിക്കുന്ന സമയത്താണ് ബേസിൽ ജോസഫ് നമുക്കായിട്ട് കൊണ്ടുവന്നത് മിന്നൽ മുരളി. ആൾ വന്നു, നെറ്റ്ഫ്ലിക്സിൽ തരംഗമായി, മൊത്തത്തിൽ തരംഗമായി. പക്ഷേ പിന്നീട് ആളെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മളിപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് മിന്നൽ മുരളി വന്നിരുന്നെങ്കിലോ എന്നുള്ളത്. കാരണം നമുക്ക് ഇങ്ങനത്തെ സൂപ്പർ ഹീറോസ് പടങ്ങൾ കാണാൻ പൊതുവെ നമ്മുടെ ആ യൂത്തിനും എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ജനറേഷനും ഭയങ്കര ഇഷ്ടമാണത് കാണുന്നത്. ഒരു പക്ഷേ എൻ്റെ അച്ഛനമ്മയോ ഈ സിനിമ കാണാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ മേ ബി ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം അവർക്കൊന്നും ഡൈജസ്റ്റ് ആവണമെന്നില്ല ഈ സിനിമ. പക്ഷേ ആ ഒരു ഏജ് ഗ്രൂപ്പ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെയുള്ളവർക്ക് തികച്ചും ഒരു പ്രത്യേക എന്താ പറയുക, ഒരു എഫക്റ്റാണ് ഈ സിനിമ കാണുമ്പോൾ. നമ്മളൊക്കെ സ്ക്രീനിൽ ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക, വാവ് അടിച്ചു പോയി. വാവ് മൂവ്മെൻറ്റ് എന്നൊക്കെ പറയില്ല. എന്താ നമ്മൾ മലയാളം സിനിമയാണോ കാണണേ എന്നുള്ള ഒരു ഡൗട്ട് വന്നു പോയി. സിനിമയുടെ കഥ പറയുകയാണെങ്കിൽ ഈ കഥയ്ക്കൊരു പ്രത്യേകതയുണ്ട്. മൂന്നാമതൊരാൾ ഈ കഥ ഒരാളുടെ അടുത്ത്, ഇപ്പോൾ ഞാൻ കണ്ടിട്ട് ഞാൻ ആരുടെയെങ്കിലും അടുത്തത് പറയുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇത് ഒരുമാതിരി കോമഡി ആണെന്ന് തോന്നുള്ളൂ. കാരണം ആ കഥ അങ്ങനെയാണ്. അത് ഒരിക്കലും സ്പോയിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ആ ഒരു സിനിമ, ആ ഒരു സംഭവം, ആ കഥ നമ്മളുടെ ആളുടെ അടുത്ത് പറയുകയാണെങ്കിൽ അവർ വിചാരിക്കും ഇതാണോ അതിൻ്റെ കഥ, ഇതൊരു കഥയാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഈ ഒരു കഥ പറഞ്ഞ് കേട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ കാണിച്ച ദുൽഖറിന് ഹാറ്റ്സ് ഓഫ് മാൻ. കാരണം ഇത് കഥ കേട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന പിക്ചറൈസേഷനെ കറക്റ്റ് സ്ക്രീനിലോട്ട് കൊണ്ടുവരണം. ആ കൊണ്ടുവരണതിലാണ് നമുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സിനിമയെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. പടത്തിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ നമ്മൾ സത്യം പറയുന്നത് ഇരുന്ന് ഒരു ബോറടി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, ഒന്നും. കാരണം ഈ പടം കഴിയരുതേ എന്നൊരു ഫീലാണ് എനിക്ക് വന്നത്. കാരണം എന്ത് രസമാണ്. ആക്ച്വലി കല്യാണി പ്രിയദർശൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ക്ലാപ്പ്. ശരിക്കും ആൾക്കൊരു വലിയൊരു അപ്രിസിയേഷൻ കൊടുക്കണം. എന്നാ ഇതുവരെ കണ്ട കല്യാണിയല്ല ഈ പടത്തിൽ. എങ്ങനെയാണോ നമ്മുടെ സൂപ്പർ ഹീറോ ആവേണ്ടത് ആളത് മാനസികമായി മുന്നേ ആയിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആളുടെ ആ ഒരു നോട്ടം, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒരു രക്ഷയില്ല. നോർമലി നമ്മളൊരു സിനിമ കാണാൻ വൈകുമ്പോൾ, അതായത് നല്ല റെസ്പോൺസ് വരുന്നു, നമ്മൾ കാണാൻ വൈകുന്നു, ഒരാഴ്ച വൈകുന്നു, അപ്പോൾ നമ്മുടെ ഉള്ളിലത്തെ പ്രതീക്ഷകൾ അതിങ്ങനെ വലുതേ അമിത പ്രതീക്ഷയാവും. അപ്പം നമ്മൾ നോർമലി കേട്ടിട്ടുണ്ടാ അമിത പ്രതീക്ഷയുടെ ഭാരമില്ലാണ്ട് പോയി കഴിഞ്ഞാലേ പടം ഇഷ്ടാവുള്ളൂ എന്നല്ലേ. എൻ്റെ മനസ്സിൽ നല്ല അമിത പ്രതീക്ഷ നേടും. ഉള്ളിൽ വന്ന അമിത പ്രതീക്ഷയും വെച്ചിട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടിട്ട് ഇപ്പോൾ ഞാൻ ഈ റിവ്യൂ പറയുന്നത്. കേൾക്കണം, ഇത്രയും അമിത പ്രതീക്ഷ വെച്ച് പോയി കണ്ടിട്ട് എനിക്ക് ഈ പടം അത്രയും ഇഷ്ടപ്പെട്ടു. ദാറ്റ്സ് വാട്ട്, എന്താ പറയുക. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ സിനിമയ്ക്ക് ടിക്കറ്റുകൾ വിറ്റ് പോകുന്നത്. ഹെൻസ് ഇറ്റ്സ് പ്രൂവ്ഡ് ലൈക്ക് ഇതൊരു അമേസിങ് മലയാളം മൂവി. നിങ്ങൾ മലയാളം മൂവിയാന്ന് പറയില്ല, അത് അമ്മാതിരിയാണ് ഒരു വിഷ്വലൈസേഷനൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. ആ കഥ കേട്ടിട്ട് പോയാലും നിങ്ങൾക്ക് ഈ പടം അത്രയും ഇഷ്ടമാവും. കാരണം ആ കഥയും ആ ഫ്ലാഷ് ബാക്കും എല്ലാം സിങ്ക് ചെയ്യണ രീതിയും, ആൻഡ് ഫൈനലി ദ ടെയിൽ എൻഡ്. അല്ലെങ്കിൽ നമ്മൾ പലരും ഈ സിനിമ കാണുമ്പോൾ പേരെഴുതി കാണിക്കുന്ന സമയത്തൊക്കെ, ക്രെഡിറ്റ്സൊക്കെ എഴുതി കാണിക്കുന്ന സമയത്ത് എൻഡ് പോയിട്ടുണ്ട്. പക്ഷേ എൻഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്.
അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അവെഞ്ചേഴ്സും മറ്റേ മാർവൽ സ്റ്റുഡിയോസിൻ്റെ ഒക്കെ സിനിമകൾ കണ്ടിരുന്നെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എനിക്ക് പോവില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇനി കാണാൻ പോകുന്നുണ്ടെങ്കിൽ സ്ക്രീനിൻ്റെ ലൈറ്റ് ഓഫായിട്ടേ അവിടുന്ന് എണീക്കാൻ പാടുള്ളൂ. കാരണം നിങ്ങൾക്ക് അവിടെ ഒരു സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വെയിറ്റിംഗ് ഫോർ പാർട്ട് 2. ഇത് 5 പാർട്ടിലെന്നാണ് പറയണേ. ഷുവർ ഷോട്ട് ഈ 5 കഴിയുമ്പോഴേക്കും നമ്മൾ മലയാളികൾ ഇതേപോലത്തെ സൂപ്പർ ഹീറോസായിട്ട് അഡിക്റ്റഡ് ആയിരിക്കും. അതാണ് എനിക്ക് തോന്നിയ സിനിമ കണ്ടപ്പോൾ. നമ്മൾ ഇനി കളി മാറ്റി കളിക്കുകയാണ്. കാരണം നമ്മുടെ വിഷ്വലൈസേഷൻ, നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹത്തെയാണ് ഇപ്പോൾ ദുൽഖർ ആൻഡ് ടീം ഈ സാധനത്തിനെ കൊണ്ടുവന്നതും. ഇനി നമ്മൾക്ക് സ്പൈഡർമാൻ, സൂപ്പർമാൻ, തോർ, താർ എന്ന് പറഞ്ഞ് പോകണ്ട, ഇവിടെ ഉണ്ടാവും മലയാളത്തിൽ സൂപ്പർ ഹീറോസ്. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. എന്തായാലും ഈ ഓണക്കാലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലോകയ്ക്കൊപ്പം ആസ്വദിക്കാം. ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി കാണണം. ഡോണ്ട് വെയിറ്റ് ഫോർ OTT. ഞാനിപ്പോൾ പറയണു, നിങ്ങളിത് OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഒരു നഷ്ടമായിരിക്കും. നിങ്ങൾ ഡയറക്റ്റ് ടിക്കറ്റ് എടുത്തോ, തിയേറ്ററിൽ എടുത്തോ, ഇനി എത്ര പൈസ ആണെങ്കിലും ടിക്കറ്റ് എടുത്തോ, സിനിമ കണ്ടോ, തിയേറ്ററിൽ പോയിട്ട് മസ്റ്റ് വാച്ച്. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു ഐറ്റമാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് അവിടെ തന്നെ പുലിയുടെ മടയിൽ ചെന്ന്, അതായത് തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണുക. ഇഷ്ടപ്പെട്ടിരിക്കും. അപ്പോൾ ഒന്നുകൂടിയും എല്ലാവർക്കും ഹാപ്പി ഓണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരയ്ക്കും